അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പെൺകുട്ടികളെ ഒരിക്കലും കല്യാണം കഴിച്ച് കൊടുക്കാൻ പാടില്ലാത്ത പുരുഷന്മാരുടെ 10 ദുസ്വഭാവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇത്തരം സ്വഭാവമുള്ള ആളുകൾക്ക് നമ്മുടെ പെൺമക്കളെ ഒരിക്കലും കല്യാണം കഴിച്ച് കൊടുക്കരുത്. കാരണം പിന്നീട് അവർ ജീവിക്കേണ്ടത് ആ മനുഷ്യൻ്റെ കൂടെയാണ്. എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ അവൻ്റെ കൂടെയുണ്ട് എങ്കിൽ പിന്നീട് അനുഭവിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മകളാണ്. കല്യാണം ഉറപ്പിച്ചതിനു ശേഷം പല കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ ആസ്തി, അവരുടെ വരുമാനം, അവരുടെ വീടിൻ്റെ വലുപ്പം, എന്തൊക്കെ സമ്പത്താണ് അവർക്കുള്ളത്, അവനിക്ക് എത്രയാണ് ശമ്പളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. എന്നാൽ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പുരുഷൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കാറുള്ളത്? അവൻ്റെ കൂട്ടുകാരോടോ, അടുത്ത ആളുകളോടോ, നാട്ടുകാരോടോ, അടുത്ത കുടുംബക്കാരോടോ ഒക്കെ പോയി നമ്മൾ അന്വേഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അവസാനം അന്വേഷണത്തിനൊടുവിൽ ഈ സ്വഭാവങ്ങളിൽ അധികവും അവൻ്റെ കൂടെയുണ്ട് എങ്കിൽ, അയാൾക്കുണ്ട് എങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. സമാധാനത്തോടുകൂടെ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്ന ഈ സ്വഭാവമുള്ള ആളുകൾക്ക് ഒരിക്കലും നമ്മുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. അത്തരത്തിലുള്ള ഒന്നാമത്തെ ദുസ്വഭാവമാണ് അൽ കസുലു, മടിയനായ പുരുഷൻ. ജോലിക്ക് പോകാൻ മടിയാണ്. ബാപ്പ നല്ല സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട്, നല്ല വരുമാനമുള്ള, നല്ല സമ്പത്തുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജോലിക്ക് പോകാതെ തന്നെ അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ജോലിക്ക് പോകേണ്ട സമയമായിട്ടും അവൻ ജോലിക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അവന് മടിയാണ്. ഈ മടിയനായ പുരുഷൻ എങ്ങനെയാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക? കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാതെ മുഴുവൻ സമയവും ഫോണിൽ കളിച്ച് അല്ലെങ്കിൽ TV കണ്ട് മറ്റുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പുരുഷന് എങ്ങനെയാണ്, കാര്യബോധമില്ലാത്തൊരു പുരുഷൻ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഒരു കുടുംബമൊക്കെ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക? നമ്മൾ അന്വേഷിക്കേണ്ടത് അത്തരം കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന കസിലുള്ളാതിരിക്കാൻ, മടി ഇല്ലാതിരിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പടച്ചോനെ, മടിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന്. മടിയനായ ഒരു പുരുഷൻ്റെ കൂടെ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് ജീവിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്ന ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും അത്. ഇനി രണ്ടാമത്തെ കാര്യം അൽ ഗദബു, ദേഷ്യമാണ്. അമിതമായ ദേഷ്യമുള്ള ആളുകൾ, വളരെ അഗ്രസീവായ ആളുകൾ, എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് അടിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി പോകുമ്പോഴേക്ക് ദേഷ്യപ്പെടുന്ന, വളരെ പെട്ടെന്ന് തന്നെ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന, ഉച്ചത്തിൽ സംസാരിക്കുന്ന, തൻ്റെ എതിരാളിയെ കീഴ്പ്പെടുത്തണം എന്നുള്ള ചിന്തയോടുകൂടെ സംസാരിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ. അത്തരം ആളുകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്താലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതകാലം മുഴുവനും ഒരു പുരുഷൻ്റെ കീഴിൽ അടിമയായി ആ പെൺകുട്ടി ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരും. പേടിച്ചു ഭയന്ന് ഒന്നും പറയാൻ കഴിയാതെ തൻ്റെ സ്വന്തം കഴിവുകളെ പോലും മറന്ന് ജീവിക്കേണ്ടി വരുന്നൊരു അവസ്ഥ. അതുകൊണ്ട് അമിതമായ ദേഷ്യമുള്ള ആളുകളാണോ, പുരുഷനാണോ എന്ന് നമ്മൾ നിർബന്ധമായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം കിസ്റത്തു ശക്ക്, സംശയരോഗിയായ ഒരു പുരുഷൻ. അയാൾക്ക് എന്തിനും സംശയമാണ്. കൂട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അനാവശ്യമായി ചൂഴ്ന്നിറങ്ങി അന്വേഷിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ. ഭാര്യ എന്തൊക്കെ ചെയ്യുന്നു, ആർക്കൊക്കെ ഫോൺ വിളിക്കുന്നു, കുടുംബത്തിലുള്ളവർക്ക് വിളിച്ചാൽ പോലും വലിയ പ്രശ്നമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സകലതും അന്വേഷിക്കുന്ന ഒരു പുരുഷൻ. അനാവശ്യമായി അവളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് എല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നോക്കിക്കാണുന്ന, എല്ലാം അന്വേഷിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. അയാളുടെ മനസ്സിൽ സംശയമാണ്. ഈ സംശയം കാരണമാണ് അയാൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അല്ലാതെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇത്തരം ആളുകൾക്കൊരിക്കലും പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. നാലാമത്തെ കാര്യം ഇദ്മാൻ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. നമ്മൾ കൂടുതലും അന്വേഷിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മദ്യം കഴിക്കുന്നുണ്ടോ, മറ്റു
ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. ഇതൊക്കെ നാട്ടിലൂടെ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കണം. എത്ര ദാമ്പത്യ ജീവിതങ്ങളാണ് മദ്യപിക്കുന്ന മദ്യപാനിയായ പുരുഷന് കല്യാണം കഴിച്ചു കൊടുത്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടി, ആ സ്ത്രീ ജീവിതകാലം മുഴുവനും നരകിച്ച് ജീവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് MDMA പോലെയുള്ള അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന, മദ്യം കഴിക്കുന്ന, മറ്റുള്ള ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പുരുഷൻ ഒരിക്കലും പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. അവരുടെ ജീവിതം പിന്നീട് നരകമായിരിക്കും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളെ ഒരു പിശാചിൻ്റെ കൂടെ, ഒരു മദ്യപാനിയുടെ കൂടെ, ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുടെ കൂടെ നമ്മൾ ഒരിക്കലും പറഞ്ഞയക്കരുത്. അതിനുവേണ്ട കാര്യക്ഷമമായ അന്വേഷണം തന്നെ വിവാഹത്തിൻ്റെ മുമ്പ് നടത്തണം. ഇനി 5-ാമത്തെ കാര്യം, അൽ കദിബു, കളവ് പറയുന്നവൻ. വായ തുറന്നാൽ കളവ് പറയുന്ന ഒരു പുരുഷൻ. ഇത്തരം സ്വഭാവമുള്ള ആളുകളെ കല്യാണത്തിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അന്വേഷിക്കണം. കൂട്ടുകാരോട്, നാട്ടുകാരോട് അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കാറുണ്ടോ, അവൻ സിഗരറ്റ് വലിക്കാറുണ്ടോ, മദ്യം കഴിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടാകും. എന്നാൽ അവൻ കളവ് പറയുന്നവനാണോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇത് അന്വേഷിക്കണം. അടുത്ത കുടുംബത്തിലൂടെ അന്വേഷിക്കണം. അതിന് എത്ര ദിവസങ്ങളെടുത്താലും വേണ്ടില്ല. ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായും അന്വേഷിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. അനാവശ്യമായി ചെറുതും വലുതുമായ കളവുകൾ പറയുന്ന മനുഷ്യൻ തമ്മാടിയായിരിക്കും. അവൻ്റെ നുണ, അവൻ പറയുന്ന കളവുകൾ അവനെ തമ്മാടിത്തത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകുമെന്ന് റസൂലുള്ളാഹി പറയാൻ. അവൻ തമ്മാടിയായിട്ടുണ്ട് എങ്കിൽ അവൻ നരകത്തിലേക്ക് തന്നെ പോകേണ്ടവനാണെന്ന് ഹദീസിൻ്റെ അവസാന ഭാഗത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇനി 6-ാമത്തെ സ്വഭാവം, സൂഉ മുആമലത്തുൽ വാലിദൈൻ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, അവരോട് ദേഷ്യപ്പെടുത്തുന്ന ഒരു പുരുഷൻ, ആ പുരുഷൻ ഒരിക്കലും മകളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. വാപ്പാനോട് മിണ്ടാത്ത, ഉമ്മയോട് മിണ്ടാത്ത, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. ഈ സ്വഭാവം ചെറുപ്പത്തിലേ തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ വളർത്തു ദോഷം കൊണ്ടായിരിക്കാം, എന്തോ ആവട്ടെ. അങ്ങനെയുള്ള ഒരു പുരുഷന് നമ്മൾ അന്വേഷിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവൻ്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറാറുള്ളത്. ബാപ്പയെ ബഹുമാനിക്കുന്നവനാണോ, ഉമ്മയെ സ്നേഹിക്കുന്നവനാണോ, അങ്ങനെ കുടുംബ ബന്ധത്തിന് മൂല്യം കൽപ്പിക്കുന്നവനാണ് എങ്കിൽ അവൻ നമ്മുടെ പ്രിയപ്പെട്ട മകളെ പൊന്നുപോലെ നോക്കും. ഇനി അല്ല എങ്കിൽ സ്വന്തം മാതാവിനോട് പോലും ബാപ്പയോട് പോലും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയാത്ത ഒരു പുരുഷന് മറ്റൊരു വീട്ടിൽ നിന്ന് ഭാര്യയായി കടന്നു വന്നവളോട് കുറച്ചു കാലമൊക്കെ സ്നേഹം കാണിക്കും. പിന്നീട് മാതാപിതാക്കളോട് പോലും സ്നേഹം കാണിക്കാത്തവൻ എങ്ങനെയാണ് മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയോട് സ്നേഹം കാണിക്കുന്നത്? അതുകൊണ്ട് അവൻ കുടുംബത്തോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ നിർബന്ധമായും അന്വേഷിക്കണം. ഇനി 7-ാമത്തെ സ്വഭാവം, അൽ കിബ്റു, അഹങ്കാരിയായ പുരുഷൻ. ബാക്കിയുള്ളവരെല്ലാം എൻ്റെ കീഴിലാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിസാരവൽക്കരിക്കുന്ന ഒരു പുരുഷൻ. അത്തരം ആളുകൾക്ക് ഒരിക്കലും മകളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. അഹങ്കാരിയായ ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ പ്രിയപ്പെട്ട മകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. എന്നും അവളൊരു അടിമയായിരിക്കും. അവൻ തരുന്നതും വാങ്ങി, അവൻ്റെ വായിലുള്ളതും കേട്ട്, അവൻ്റെ പ്രഹരങ്ങൾക്ക് അടിമയായി ജീവിക്കേണ്ടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മകളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് അഹങ്കാരിയായ, നല്ല ആളാണ്, നാട്ടിലൊക്കെ വലിയ സംഭവമാണ് എന്നൊക്കെ വിചാരിച്ച് കല്യാണം കഴിച്ചു കൊടുക്കും. എന്നാൽ അവൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോകാൻ പാടില്ല. എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും, ഇത്തരം സ്വഭാവങ്ങളുള്ളവരാണെങ്കിൽ ഒരിക്കലും പ്രിയപ്പെട്ട പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി 8-ാമത്തെ സ്വഭാവമാണ് അൽ ബുഖ്ലു, പിശുക്കത്തരമുള്ള ആളുകൾ. റസൂലുള്ളാഹി പറയുന്ന ഒരു ഹദീസിലുണ്ട്, അഫ്ളലു ദീനാരി യുൻഫിഖുഹു റജുലു അലാ ഇയാലിഹി. ഏറ്റവും നല്ല ദിർഹം, ഏറ്റവും നല്ല ദീനാർ, ഏറ്റവും നല്ല പണം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ, പിശുക്കനായ ഒരു മനുഷ്യൻ്റെ കൂടെ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ജീവിക്കുക? ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും അയാളുടെ മുമ്പിൽ കെഞ്ചിച്ച് യാചിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഒരു കൂട്ടം വസ്ത്രം വാങ്ങണമെങ്കിൽ, നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ, സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ആവശ്യത്തിനുള്ള ചെലവിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഭർത്താവാണ്, അയാളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്നൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ പിശുക്കത്തരമുള്ള ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിച്ച് കൊടുക്കരുത് എന്നതാണ്. ഇനി 9-ാമത്തെ സ്വഭാവം തർക്കുസ്വലാത്ത്. നിസ്കരിക്കാത്ത ആൾക്കും മകളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പാടില്ല. നിസ്കാരം 5 വഖത്ത് നിസ്കാരമെങ്കിലും കൃത്യമായി നിർവഹിക്കുന്ന ആൾക്കേ നമ്മുടെ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിച്ചു കൊടുക്കാവൂ. അതൊക്കെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയുന്ന ഒരു കാര്യമാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസത്തിനും
കുഫറിനും വിശ്വാസത്തിനും ഇടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യത്യാസം എന്ന് പറയുന്നത് തർക്കസ്വല, നിസ്കാരം ഉപേക്ഷിക്കലാണ്. അല്ലേ? ഒരു മുഅ്മിനിനെ തിരിച്ചറിയുന്നത് അവൻ നിസ്കാരക്കാരനാകുമ്പോൾ മാത്രമാണ് എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അദ്ദയ്യൂസ്, യാതൊരു ഹറാമ് ചെയ്യാനൊരു മടിയുമില്ലാത്ത, കുടുംബത്തിനെ ഹറാമിലേക്ക് വലിച്ചിഴക്കുന്ന സ്വഭാവമുള്ള ആളുകൾ. അത്തരക്കാർക്കൊരിക്കലും പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. അല്ലേ? ഹറാമ് ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ. പ്രിയപ്പെട്ട പെൺമക്കളെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കും. നമ്മൾ നല്ല ദീനീ ബോധത്തോടുകൂടെ വളർത്തിയതാവും. നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കപ്പെടുന്ന ആ പുരുഷൻ ദീനില്ലാത്തവനാണ് എങ്കിൽ നമ്മൾ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ദീനീ മൂല്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. അവർ തോന്നിയതുപോലെ വസ്ത്രം ധരിക്കും, അവർ തോന്നിയതുപോലെ നടക്കും, നിസ്കാരമില്ലാതെ ദീനില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഹറാമൊക്കെ ചെയ്യുന്ന ഒരു മോശം സ്വഭാവമുള്ള ഒരു പുരുഷന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ, ദയ്യൂസാകുന്ന പുരുഷന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പെൺമക്കളുടെ ജീവിതം അനാവശ്യമായ ദുരന്തമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ വളർത്തി വലുതാക്കിയ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിക്കുന്നു, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, കല്യാണം നടത്തുന്നു. പിന്നീടാണ് നമ്മൾ ആലോചിക്കുന്നത് വേണ്ടിയിരുന്നില്ല എന്ന്. അതിനു മുമ്പ് കല്യാണം ആലോചിച്ചതിന് ശേഷം തന്നെ പൂർണ്ണമായി ദിവസങ്ങളെടുത്ത് മാസങ്ങളെടുത്ത് നമുക്ക് കഴിയാവുന്ന അത്ര ഡേറ്റ അവനെക്കുറിച്ച് ശേഖരിച്ച് എന്നിട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ. സമ്പത്ത് മാത്രം നോക്കിയാൽ പോരാ, ബാക്കിയുള്ളവൻ്റെ സ്വഭാവങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.